ഇസ്മയിൽ, ഇപ്പോൾ വിദ്യാർത്ഥികളുടെ ക്രിമിനൽ വാസന എന്ന് നമുക്ക് മൊത്തത്തിൽ പറയാം എന്നത് ശരിയാണ്. പക്ഷെ അങ്ങ് തന്നെ നേരത്തെ പറഞ്ഞു, ഒരു കുട്ടി എന്ന് പറയുന്നത് നല്ല കുട്ടിയാണ്. ഒരു കൂട്ടം കുട്ടികൾ ചേരുമ്പോൾ നിയമത്തിന് നിരക്കാത്തതോ മനുഷ്യത്വത്തിന് നിരക്കാത്തതോ ആയ ഒരു കാര്യം സംഭവിക്കുകയാണ്, അല്ലെങ്കിൽ അതേപറ്റിയുള്ള ആലോചന വരികയാണെങ്കിൽ ഒരാൾക്ക് പോലും അതിലൊരു എതിരഭിപ്രായം ഉണ്ടാകാതെ പോകുന്നത് എന്തുകൊണ്ടാണ് ശ്രീ ഇസ്മായിൽ? നമ്മൾ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന ഈ സംഭവ വികാസങ്ങളിൽ നമ്മളിൽ പലർക്കും തന്നെ ഒരു കൂട്ടുത്തരവാദിത്തമുണ്ട്. അധ്യാപകരായ ഞങ്ങൾക്കുണ്ട്, അതേപോലെ രക്ഷിതാക്കൾക്കുണ്ട്, അതേപോലെ തന്നെ സമൂഹത്തിനുമുണ്ട്. അധ്യാപകരായ ഞങ്ങൾ ഇത്തരം കാര്യങ്ങൾ അഡ്രസ്സ് ചെയ്യുന്ന സമയത്ത് കുട്ടികൾ ഞങ്ങളും തമ്മിലുള്ള ഒരു ഗ്യാപ്പ് നിലനിൽക്കുന്നു എന്ന വസ്തുത ഏറെക്കുറെ ശരിയാണ്. എന്നാൽ ഞങ്ങൾക്ക് ക്ലാസ് റൂമുകളിൽ അനുഭവപ്പെടുന്ന ഒരു കാര്യം, എന്തെങ്കിലും ഒരു കാര്യങ്ങൾ ചെയ്യുന്ന സമയത്ത് ഞങ്ങളോട് ചേർന്ന് നിന്ന് പ്രവർത്തിക്കാൻ കുട്ടികൾ കൂടെ ഉണ്ട് എന്നുള്ള ഒരു സന്തോഷകരമായ ഒരു സാഹചര്യവും ഞങ്ങൾക്കുണ്ട്. തുറന്ന സമീപനമാണ് കുട്ടികൾ പലപ്പോഴും കാണിക്കുന്നത്. ചില സമയത്ത് അവർക്ക് അവരുടേതായ ഒരു ലോകം ഉണ്ടാകുന്ന സമയത്ത് അവിടെയാണ് കുട്ടികൾ, അതല്ലാതെ ഞങ്ങളുടെ സ്വന്തം സ്കൂളിലോ ക്ലാസ് റൂമുകളിലോ സ്കൂളിൻ്റെ അന്തരീക്ഷത്തിലോ ഞങ്ങൾക്കൊരു പ്രയാസകരമായ സാഹചര്യമില്ല. അല്ലാതെ പുറത്തേക്ക് എത്തുന്ന സമയത്താണ് ഇവർ ഒരു കൂട്ടമായി സ്വന്തമായ രീതിയിലുള്ള മാറ്റങ്ങൾ ഉണ്ടാകുന്നത്. ഏതെങ്കിലും ഒരു തെറ്റായ പ്രവണത കുട്ടികളിൽ ഉണ്ടാകുമ്പോൾ അത് ഒറ്റപ്പെട്ട രീതിയിൽ ആ കുട്ടിയെ മാത്രമായിട്ട് ഞങ്ങൾ സ്കൂളിലേക്ക് വിളിക്കുകയും സ്കൂളിലെ അധ്യാപകർ ആ കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കുകയും ആദ്യം ഞങ്ങൾ തന്നെ കൈകാര്യം ചെയ്യാൻ വേണ്ടി ശ്രമിക്കുകയും ചെയ്യും. എന്നാൽ അടുത്ത പടി എന്ന നിലയിൽ രക്ഷിതാക്കളോട് ഈ കാര്യങ്ങൾ പറയുമ്പോൾ രക്ഷിതാക്കൾ അത് ഏറ്റെടുക്കുന്നത് കൊണ്ടാണ് ഏറെക്കുറെ സ്കൂളുകളൊക്കെ ഭംഗിയായി മുന്നോട്ട് പോകുന്നത്. എന്നാൽ ചില സന്ദർഭങ്ങളിൽ നേരത്തെ സൂചിപ്പിച്ചതുപോലെ കുട്ടികളെ ന്യായീകരിക്കുക എന്ന ഒരു പ്രവണത അധ്യാപകരിൽ ആദ്യം ഉണ്ടാകുന്നു. കാരണം ഈ സംഭവത്തെക്കുറിച്ച്, സ്കൂളിൽ നടന്ന സംഭവത്തെക്കുറിച്ച് അല്ലെങ്കിൽ പുറത്ത് ഉള്ള ഒരു സംഭവത്തെക്കുറിച്ച് രക്ഷിതാവിനോട് വരാൻ പറയുന്ന സമയത്ത് ആദ്യം രക്ഷിതാവ് കാര്യങ്ങൾ കേൾക്കുന്നത് കുട്ടികളുടെ അടുത്ത് നിന്നാണ്. അവരിൽ നിന്ന് കേട്ട കാര്യങ്ങൾ വെച്ചുകൊണ്ട് വരുന്ന സമയത്ത് അതിനെ ന്യായീകരിക്കാനുള്ള ഒരു പ്രവണത ഇപ്പോൾ കൂടുതലുണ്ട്. അത് ചിലപ്പോൾ നിസ്സഹായാവസ്ഥയാവാം. കാരണം മുമ്പുള്ള രക്ഷിതാവ് അധ്യാപകൻ പറഞ്ഞത് ശരി എന്ന് പറയുന്നതിന് പകരം ഇപ്പോൾ കുട്ടികളോടൊപ്പം നിന്ന് അവരെ ന്യായീകരിക്കേണ്ട ഒരവസ്ഥയിലേക്ക് ചെറിയ കുടുംബമാകുകയും ഒന്നോ രണ്ടോ കുട്ടികൾ മാത്രമുള്ള വീടുകളിലൊക്കെ തന്നെ അവരെ സംരക്ഷിക്കേണ്ട ഒരവസ്ഥയിലായി പോകുന്ന രക്ഷിതാക്കൾ വളരെ കൂടുതലായിട്ടുണ്ട്. അതുകൊണ്ട് അവർ പറയുന്ന ന്യായീകരണങ്ങൾ അതേപടി വന്ന് അവയെ അത് അതേപടി തന്നെ അധ്യാപകരുടെ മുന്നിൽ അവതരിപ്പിക്കുന്ന ഒരു സാഹചര്യമുണ്ട്. ഇപ്പോൾ ഈ കഴിഞ്ഞ ദിവസം നമ്മൾ ഷഹബാസിൻ്റെ ഈ സംഭവം നടന്ന സമയത്ത് അതിൻ്റെ വീഡിയോയിലൊക്കെ നമ്മൾ കണ്ടൊരു കാര്യമുണ്ട്. കുട്ടികളുടെ ഏതെങ്കിലും സ്ഥലങ്ങളിൽ കുട്ടികൾ ഏറ്റുമുട്ടലുകളോ അല്ലെങ്കിൽ എന്തെങ്കിലും അക്രമ സ്വഭാവങ്ങളോ കാണിക്കുന്ന സമയത്ത് സമൂഹം അതിനോട് പ്രതികരിക്കുന്നില്ല എന്നുള്ളത് അത് തീർത്തും തെറ്റായ ഒരു പ്രവണതയാണ്. അധ്യാപകർക്കോ അല്ലെങ്കിൽ രക്ഷിതാക്കൾക്കോ മാത്രമായി നിയന്ത്രിക്കാവുന്ന അവസ്ഥയിലല്ല, അല്ലെങ്കിൽ മാറ്റം വരുത്താവുന്ന അവസ്ഥയിലല്ല കുട്ടികളുടെ സാഹചര്യമുള്ളത്. നാട്ടിൽ അങ്ങാടികളിലാണെങ്കിൽ അങ്ങാടികളിൽ ഇവിടെയൊക്കെ തന്നെ സംഘം ചേർന്ന് നിൽക്കുന്ന കുട്ടികളുടെ പ്രവർത്തനങ്ങളെ പെട്ടെന്ന് തന്നെ അതിനോട് പ്രതികരിക്കുന്ന ഒരു സ്വഭാവം സമൂഹത്തിന് ഉണ്ടാകേണ്ടതുണ്ട്. ആ അടി നടക്കുന്ന സമയത്തും ചുറ്റും കൂടി നിൽക്കുന്ന ആൾക്കാർ അവിടേക്ക് വരികയോ പിടിച്ചു മാറ്റുകയോ ചെയ്യുന്ന ഒന്ന് നമ്മൾ ആ വീഡിയോയിൽ കാണുന്നില്ല. അതേപോലെ മറ്റെവിടെയെങ്കിലും സംഭവങ്ങൾ നടക്കുന്ന സമയത്തും സമൂഹം ആദ്യം കാഴ്ചക്കാരായി പോകുന്നുണ്ട്. ഈ കാഴ്ചക്കാരായി പോകുന്നതിന് പകരം ഇത് ഭാവിയിലേക്ക് വളർന്നു വരേണ്ട ഒരു കുട്ടിയാണെന്ന ബോധ്യത്തോടു കൂടി രക്ഷിതാക്കളോ സമൂഹവും അതിലേക്ക് ഇറങ്ങേണ്ടതുണ്ട്. ഇറങ്ങി ഇടപെടുക എന്നുള്ളത് ഇവരിലൊരു മാറ്റമുണ്ടാക്കേണ്ട, അല്ലെങ്കിൽ മാറ്റമുണ്ടാക്കാൻ പറ്റുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഘടകമാണ്. പിന്നെ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഇപ്പോൾ ഉള്ള ഗെയിംസ്, അതേപോലെ ഡ്രഗ്സിൻ്റെ അതിപ്രസരം, ഇതൊക്കെ കുട്ടികളുടെ സാമൂഹിക ഘടനയെ മാറ്റിയിട്ടുണ്ട്. ഞങ്ങളിൽ നിന്ന്, അധ്യാപകരിൽ നിന്ന്, രക്ഷിതാക്കളിൽ നിന്ന് മാറി നിന്നെങ്കിൽ മാത്രമേ ഇവയെല്ലാം അവർക്ക് സ്വായത്തമാക്കാനും അവരുടേതായ ഒരു ലോകത്ത് നിലനിൽക്കാനും സാധിക്കുകയുള്ളൂ. നേരത്തെ പറഞ്ഞതുപോലെ കുട്ടികളിലേക്ക് ഇറങ്ങുക എന്നുള്ളത് മാത്രം എത്രത്തോളം ശരിയാകും, എത്രത്തോളം അത് സാധ്യമാകും എന്ന കാര്യത്തിൽ സംശയമുണ്ട്. കാരണം അവർക്ക് അവരുടേതായ രീതിയിലുള്ള ഒരു ലോകം സൃഷ്ടിക്കണമെങ്കിൽ അവർ മീഡിയ, അതേപോലെ ഒരു അക്രമ സ്വഭാവമുള്ള വീഡിയോ ക്ലിപ്പുകൾ കാണുന്നു, അങ്ങനെ ഒരു വീരവാദം കാണിക്കുന്നു. അങ്ങനെ കാണിക്കുന്ന കുട്ടികൾക്ക് അവരുടേതായ ഒരു ലോകം ക്രിയേറ്റ് ചെയ്യണമെങ്കിൽ അവർക്ക് സ്വന്തമായ ഒരു സ്പേസ് കിട്ടേണ്ടതുണ്ട്. ആ സ്പേസ് ഉണ്ടാക്കുന്നതിന് വേണ്ടിയിട്ടാണ് അവർ പലപ്പോഴും ഒറ്റപ്പെട്ട രീതിയിലേക്ക് മാറി നിന്നുകൊണ്ട് അവർ കൂട്ടം കൂട്ടമായി മാറുന്നത്. അത് പലപ്പോഴും നമ്മൾ രക്ഷിതാക്കളോ അധ്യാപകരോ കണ്ടെത്താനോ മനസ്സിലാക്കാനോ പെട്ടെന്ന് പറ്റുന്നില്ല എന്നുള്ളതാണ് ഇപ്പോഴത്തെ ഒരവസ്ഥ. അതിൽ പലപ്പോഴും ഇവർ ചെയ്യുന്ന
കാര്യങ്ങൾ പെട്ടെന്ന് സംഭവിച്ചതിന് ശേഷമായിരിക്കും ഞങ്ങളുടെ ശ്രദ്ധയിലേക്കൊക്കെ വരുന്നത് എന്നതാണ് ഇപ്പോൾ ഞങ്ങൾക്ക് അനുഭവപ്പെടുന്ന ചില കാര്യങ്ങൾ.